നമസ്കാരം പ്രിയമുള്ളവരെ, 2 ദിവസമായി കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കേരളം പ്രളയക്കെടുതിയിലേക്ക് വഴുതി മാറവേ പൊന്നാനിയിൽ ഒരു കാപ്പിക്കട ഉദ്ഘാടനം ചെയ്തു എന്നതുമായി ബന്ധപ്പെട്ടാണ്. കേരളത്തിലെ സൈബറിടങ്ങളിലെ സഖാക്കളൊക്കെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുവെങ്കിൽ പോകട്ടെ, ഫാക്ട് ചെക്ക് പോലും ചെയ്യാതെ കേരളത്തിൻ്റെ ഏറ്റവും തലമുതിർന്ന മാധ്യമപ്രവർത്തകൻ റിപ്പോർട്ടറിൻ്റെ അരുൺകുമാറും ഇങ്ങനെ ഒരു വാർത്ത സംപ്രേഷണം ചെയ്യുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം മാപ്പൊക്കെ പറഞ്ഞു. ഈ പേര് കണ്ട് തെറ്റിദ്ധരിക്കുകയായിരുന്നു. ബൈ മീ എ കോഫി എന്ന് കേട്ടപ്പോൾ അദ്ദേഹം തെറ്റിദ്ധരിച്ചു ഇതൊരു കാപ്പിക്കടയാണെന്ന്. എന്തായാലും വാർത്ത വളരെ വലിയ ചർച്ചയാകുകയാണ്. പ്രത്യേകിച്ചും ഈ വാർത്ത ആദ്യം സംപ്രേഷണം ചെയ്യപ്പെട്ടപ്പോൾ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് വി.ഡി. സതീശനോട് വെറുപ്പും ദേഷ്യവുമൊക്കെ തോന്നി. കാരണം 10 വർഷത്തെ കാലത്തെ പിണറായി വിജയൻ്റെ ധാർഷ്ട്യം നിറഞ്ഞ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് അവർ വി.ഡി. സതീശനെ തിരഞ്ഞെടുത്തത്. സ്വാഭാവികമായും അവർക്ക് വി.ഡി. സതീശനിൽ പ്രതീക്ഷയും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം ജനങ്ങളുമായി കൂടുതൽ ഇടപഴകുന്ന നേതാവാണ്. ജനങ്ങളുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും കേൾക്കുന്ന ഒരു ആളാണ്. പഴയ ഒരു ഉമ്മൻചാണ്ടി കാലം തിരിച്ചു വന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾ പ്രത്യാശ പ്രകടിപ്പിച്ച സമയത്താണ് ഇങ്ങനെ ഒരു മാധ്യമ വാർത്ത പുറത്തു വരുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പൊന്നാനി ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ പ്രളയക്കെടുതിയിൽപ്പെടുമ്പോൾ ഒരു സ്വകാര്യ വ്യക്തിയുടെ കാപ്പിക്കട സന്ദർശിച്ചു, അത് ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം അദ്ദേഹം മറ്റൊരു വ്യക്തിയുടെ സ്വകാര്യ വിരുന്നിൽ പങ്കെടുത്തു, വളരെ വിഭവസമൃദ്ധമായ ആഹാരങ്ങൾ കഴിച്ചു. ഇത് രണ്ടുമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പക്ഷേ ഈ വാർത്തയുടെ ചുരുളഴിയുമ്പോൾ ചിരിയാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ ഈ അരുൺകുമാറിനെ പോലെയുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകർ ഫാക്റ്റ് ചെക്ക് ചെയ്യാതെ ശരിയാണോ തെറ്റാണോ എന്നറിയാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ആ രാഷ്ട്രീയ നേതാവിനോടുള്ള വിരോധം മുൻനിർത്തി ഇത്തരം വാർത്തകൾ കൊടുക്കുമ്പോൾ അത് എത്രത്തോളം ആ ചാനലിനെയും ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടറെയും അപഹാസ്യനാക്കും എന്ന് അല്പമെങ്കിലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഏതെങ്കിലും ഒരു യൂട്യൂബർ ഒരു ക്യാമറയും അല്ലെങ്കിൽ ഒരു മൊബൈലും പിടിച്ച് വാർത്ത പറയുന്നത് പോലല്ലത്. എക്സ്റ്റാബ്ലിഷായ കേരളത്തിലെ നമ്പർ 1 എന്ന് തന്നെ അവർ അവകാശപ്പെടുന്ന ഒരു ചാനൽ ഒരു കാര്യം ഫാക്റ്റ് ചെക്ക് ചെയ്യാതെ വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തത് കേവലം ഒരു കോഫി ഹൗസ്, ഒരു വ്യക്തിയുടെ ഒരു കാപ്പിക്കട എന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. കാരണം സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. കേരളം വളരെ രൂക്ഷമായ പ്രകൃതിക്ഷോഭത്തിലേക്ക് വഴുതി മാറുന്ന സമയത്ത് കേരളത്തിലെ പൊതുജനസമ്മതനായ ഒരു മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ഗൂഢ ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഇത്തരം വാർത്തകൾ സംപ്രേഷണം ചെയ്യപ്പെടുന്നത് എന്ന് തർക്കമില്ലാത്ത കാര്യമാണ്. എന്തായിരുന്നു ബൈ മി എ കോഫി? ഈ മാധ്യമ റിപ്പോർട്ടുകളൊക്കെ വിശകലനം ചെയ്യുമ്പോൾ അതിനുശേഷം നമ്മൾ ഫാക്ട് ചെക്കുകളൊക്കെ വിശകലനം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വിവരം, യൂട്യൂബർമാർക്ക്, നമ്മളെപ്പോലെയുള്ള കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് അവരുടെ വ്യൂസ് ഈ പൈസ കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അത് ഗിഫ്റ്റായിട്ടും മറ്റുമൊക്കെ അത് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ അത് ഇവർ വഴിയാണ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ ഇവർക്ക് ചെറിയ കമ്മീഷൻ ഇവർ ഈടാക്കും, 5% മറ്റോ. അവർക്ക് യൂട്യൂബേഴ്സിൻ്റെ വ്യൂവേഴ്സിന് ഇവർ വഴി ഗിഫ്റ്റ് അല്ലെങ്കിൽ ക്യാഷ് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം. ഏകദേശം 43 പരം രാജ്യങ്ങളിൽ ഓഫീസുകളുള്ള കേരളത്തിൽ ആരെങ്കിലും ഒരാൾ നടത്തുന്ന ഏറ്റവും വലിയ ബിസിനസ്സുകൾ അഥവാ കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകളിൽ ഏറ്റവും വലുത്, കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള ആസ്തിയുള്ള ഒരു കമ്പനിയാണ് ബൈ മീ കോഫി. പക്ഷേ കോഫി എന്ന് കേട്ടപ്പോൾ അരുൺകുമാറും കേരളത്തിലെ സൈബർ സഖാക്കളും വിചാരിച്ചത് ഇതേതോ കാപ്പിക്കടയാണ്, കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയാണ് വി.ഡി. സതീശൻ പോയതെന്നാണ്. വി.ഡി. സതീശൻ ആ ഉദ്ഘാടന യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ ആ സംരംഭത്തിൻ്റെ ഉടമകൾ തന്നെ പറയുന്നുണ്ട്. വളരെ ക്രിയാത്മകമായി, വളരെ പോസിറ്റീവായിട്ട് അദ്ദേഹം ഈ സംരംഭത്തെ പ്രോത്സാഹിപ്പിച്ചു. മാത്രമല്ല, കേരളത്തിൽ നിന്നുള്ള ആളുകളാണ് ലോകത്തെ ഏറ്റവും വലിയ വ്യവസായ സംരംഭത്തിൻ്റെ ഇതിൻ്റെ പിന്നിൽ എന്നറിയുമ്പോൾ അദ്ദേഹം ആത്മാഭിമാനം കൊണ്ടു എന്നാണ് പറയുന്നത്. അതായത് വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി കേരളത്തിൻ്റെ പ്രതീക്ഷയും പ്രത്യാശയുമാണ് എന്ന ഒരു വാക്കുകൾ കൂടി ഈ സംരംഭകർ, ഈ ബൈ മീ കോഫി എന്ന് പറയുന്ന ഈ സംരംഭത്തിൻ്റെ ഉടമകൾ മുന്നോട്ട് വയ്ക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴാണ് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളിലൊന്നായ റിപ്പോർട്ടർ ചാനൽ പറയുന്നത് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു പോയത് കേവലം ഒരു കാപ്പിക്കടയാണെന്ന്. കാപ്പിക്കടയല്ല എന്ന ഒരു സത്യം ജനങ്ങൾ മനസ്സിലാക്കുമ്പോൾ അത് വലിയൊരു വ്യാവസായിക സ്ഥാപനമായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുവാൻ സാധ്യതയുള്ളൊരു സംരംഭമായിരുന്നു. കേരളത്തിൽ ആദ്യമായി ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഇത്രയും ഉന്നതിയിലെത്തിയിട്ടുണ്ടെങ്കിൽ അത് ആദ്യമാണ് എന്നൊക്കെ തിരിച്ചറിയുമ്പോൾ സത്യത്തിൽ വി.ഡി. സതീശൻ്റെ മഹാത്മ്യം ഉയരുകയും ഈ റിപ്പോർട്ടറെ പോലെയുള്ള ചാനലുകളുടെയൊക്കെ ഒരു ഗ്രാഫ് ഇടിയുകയുമാണ് എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ഈ ചാനലിൻ്റെ ഒരു പ്രത്യേകത, കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുതൽ ഇതൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ, ചില പ്രത്യേക രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ ലക്ഷ്യമാക്കി നീങ്ങുകയായിരുന്നു.
അതുകൊണ്ടാണ് അടൂർ പ്രകാശൊക്കെ ഡയറക്റ്റായിട്ട് പറഞ്ഞത് ഈ ചാനൽ പൂട്ടിക്കുമെന്ന്. കാരണം കേരളത്തിലെ സമഗ്രമായ തിരഞ്ഞെടുപ്പ് വിശകലനങ്ങളുടെ അടിസ്ഥാനത്തിൽ മിക്ക തെരഞ്ഞെടുപ്പ് ഏജൻസികളും കേരളത്തിൽ UDF അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞപ്പോഴും ആ ചാനലിൻ്റെ ഓണറായിട്ടുള്ള ആൻഡ് പറഞ്ഞത് അങ്ങനെയൊന്നും സംഭവിക്കില്ല, അങ്ങനെയാണെങ്കിൽ താൻ എന്തൊക്കെയോ ചെയ്യുമെന്നാണ്. കാരണം എനിക്ക് അദ്ദേഹത്തിന് ജേർണലിസ്റ്റ് ബിരുദമുണ്ടോ എന്നെനിക്ക് അറിയില്ല. ചിലരൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് ജേർണലിസം ഒന്നും ഇല്ല, അദ്ദേഹം ആ ചാനലിൻ്റെ ഓണർ ആയതുകൊണ്ട് ഇങ്ങനെ വന്നിരുന്ന റിപ്പോർട്ടൊക്കെ പറയുന്നു അക്ഷരത്തെറ്റോടുകൂടി എന്നൊക്കെയാണ്. നേരത്തെയും ഇദ്ദേഹം കുറേ മണ്ടത്തരങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ റിപ്പോർട്ടർ ചാനലിൽ. അത് ആൻഡ്രോയുടെ വകയായിരുന്നു. ഇപ്പോൾ ആദ്യമായിട്ടാണ് അരുൺകുമാറിൻ്റെ വകയായിട്ട് ഇത്തരം മണ്ടത്തരങ്ങൾ പറയുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. ഞാനിതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഓർക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ടാണ്. ദേശാഭിമാനിയിൽ വന്നൊരു വാർത്തയാണ്. ദേശാഭിമാനിയിൽ അന്ന് വന്ന വാർത്ത എന്തെന്ന് വെച്ചാൽ ഹോട്ട് ഡോഗ് എന്ന് വെച്ചാൽ നമുക്കറിയാം സോസേജിന് പണ്ട് പറഞ്ഞിരുന്ന പേരാണ് ഹോട്ട് ഡോഗ്. അമേരിക്കയിൽ ഏതോ ഒരാൾ ഈ ഹോട്ട് ഡോഗ് അഥവാ സോസേജ് കഴിച്ച് ഗിന്നസ് റെക്കോർഡ് ഇട്ടു. അയാൾ ഗിന്നസ് ബുക്കിൽ പേര് നേടി. അന്നൊന്നും നമ്മുടെ നാട്ടിൽ ഈ സോസേജും ഹോട്ട് ഡോഗും ഒന്നും വലിയ ഫേമസ് അല്ല. കാരണം പിന്നെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആളുകൾ പോയതിനു ശേഷമാണ് നമ്മുടെ നാട്ടിലേക്ക് ആളുകൾ സോസേജും ഹോട്ട് ഡോഗും ഒക്കെ കൊണ്ടുവരികയും പിന്നെ സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഒരു വ്യാപകമായതോടു കൂടിയാണ് ഈ ഹോട്ട് ഡോഗും സോസേജും ഒക്കെ നമ്മുടെ നാട്ടിൽ ആളുകൾ കഴിക്കാനും വാങ്ങിക്കാനും ഒക്കെ തുടങ്ങിയത്. അപ്പോൾ അന്ന് ആ സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ അമേരിക്കയിലെ ഏതോ ഒരാൾ ഈ ഹോട്ട് ഡോഗ് എത്രയോ 1000 2000 ഹോട്ട് ഡോഗ് തിന്നിട്ട് ഗിന്നസ് ബുക്കിൽ റെക്കോർഡ് ഇട്ടു. അപ്പോൾ ദേശാഭിമാനി ഇത് ഏതോ സൈറ്റിലോ എവിടെയോ നോക്കി, അതോ ഇംഗ്ലീഷ് പത്രത്തിലോ മറ്റോ നോക്കി ദേശാഭിമാനി ഈ വാർത്ത കണ്ടു. ദേശാഭിമാനിയുടെ ഒരു ഏതോ ലേഖൻ, അദ്ദേഹം ഇത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു. അമേരിക്കയിൽ ഒരാൾ പട്ടിയെ തിന്ന് റെക്കോർഡ് ഇട്ടെന്ന്. കാരണം ഹോട്ട് ഡോഗ്, സോസേജിന് ഹോട്ട് ഡോഗ് എന്നൊരു പദം കൂടി ഉണ്ടല്ലോ. പക്ഷേ അത് ദേശാഭിമാനിയുടെ റിപ്പോർട്ടർക്ക് അറിയില്ല. അദ്ദേഹം അത് പട്ടിയെ തിന്ന് അമേരിക്കക്കാരൻ റെക്കോർഡ് ഇട്ടു എന്ന് എഴുതി. ഞാനൊക്കെ അന്ന് ആ വാർത്ത ദേശാഭിമാനിയിൽ വായിച്ച് അത്ഭുതപ്പെട്ടു. ഒരാൾ 1000 2000 പട്ടിയൊക്കെ കഴിച്ചിങ്ങനെ റെക്കോർഡ് ഇടാൻ ശ്രമിക്കും. എങ്ങനെയാണ് അങ്ങനെ മനക്കട്ടിയോടുകൂടി ഇത്ര പട്ടിയെ തിന്നാന്ന് കഴിയുക എന്ന് ഞങ്ങൾ അത്ഭുതപ്പെട്ടു. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മറ്റു മാധ്യമങ്ങളിൽ ഇതിനെതിരെ വിമർശനമുണ്ടായി. ഹോട്ട് ഡോഗ് എന്ന് വെച്ചാൽ സോസേജാണ്. അന്ന് നമ്മുടെ നാട്ടിൽ സോസേജ് ഒന്നും വലിയ വ്യാപകമല്ല, ഞങ്ങൾക്കൊന്നും സോസേജ് എന്തെന്ന് അറിയില്ല. അത് ഇങ്ങനെ യൂറോപ്യൻസൊക്കെ കഴിക്കുന്ന ഒരു ആഹാരമാണ്. അത് കഴിച്ചിട്ടാണ് അയാൾ റെക്കോർഡ് ഇട്ടത്, ഗിന്നസ് ബുക്കിൽ കയറിയെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് നമുക്ക് വ്യക്തമായത്. ഫാക്റ്റ് ചെക്ക് ചെയ്യാതെ ഈ ഇത്തരം വാർത്തകൾ കൊടുക്കുക എന്ന സ്വഭാവം ഈ സഖാക്കന്മാർക്ക് പണ്ടേ ഉണ്ട് എന്ന് ഞാൻ പറയില്ല. പക്ഷേ ചില മാധ്യമങ്ങൾക്ക് അന്നും ഇന്നും എന്നുമുണ്ട്. അത് ചില വ്യക്തികളെ തേജോവധം ചെയ്യുക എന്ന ലക്ഷ്യം, പെട്ടെന്ന് എടുത്തിയാടി കിട്ടിയൊരു അവസരമല്ലേ, ശത്രുപക്ഷത്തേക്കുന്ന ഒരാളല്ലേ, അയാളെ പരമാവധി തേജോവധം ചെയ്ത് കളയാം, തങ്ങളെ ഒക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരെ ഒന്ന് സന്തോഷിച്ചേപ്പിക്കാം എന്ന് കരുതിയേക്കാം. നമ്മൾ പറയുന്നത് പോലെ രാജാവിനേക്കാൾ വലിയ രാജഭക്തി, ഒരുപക്ഷെ പിണറായിയേക്കാൾ അല്ലെങ്കിൽ സഖാക്കളേക്കാൾ വലിയ രാജഭക്തി ഉള്ള ഒരു പത്രവും ആ പത്രം പുലർത്തുന്ന ധർമ്മവും ഇങ്ങനെയൊക്കെ വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് പറയുവാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. എന്തായാലും ബൈ മി എ കോഫി അത് വെറും ഒരു കാപ്പിക്കടയല്ല, അതൊരു വലിയ സംരംഭമാണ്, വലിയൊരു വ്യാവസായിക സംരംഭമാണ് എന്ന ഒരു യാഥാർത്ഥ്യം ഇനിയെങ്കിലും ഒരുപക്ഷെ റിപ്പോർട്ടറിൻ്റെ അരുൺകുമാർ തിരിച്ചറിച്ചിട്ടുണ്ടാകും. കാരണം എന്തായാലും അദ്ദേഹത്തിൻ്റെ മാപ്പൊക്കെ കണ്ടു. ഞാൻ ആദ്യം തെറ്റിദ്ധരിച്ചു പോയതാണ്, വെറും ഒരു കാപ്പിക്കടയല്ല, വലിയ സംരംഭമാണ്, ക്ഷമിക്കൂ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മാപ്പ് കണ്ടു. ഇനിയെങ്കിലും അദ്ദേഹത്തിന് ബുദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ്. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.